വിവിധ ചാനലുകൾ, പത്രങ്ങൾ, ഏജൻസികളൊക്കെ സർവേകൾ നടത്തുന്നുണ്ട്. ഈ സർവേകളിൽ ഓരോ മണ്ഡലത്തിലെയും എംഎൽഎമാർക്ക് എത്രയാണ് സ്കോർ, എത്ര മാർക്ക് കൊടുക്കും, 10ൽ എത്ര മാർക്ക് കൊടുക്കും, 9 കിട്ടിയവരുണ്ട്, 8 കിട്ടിയവരുണ്ട്, അങ്ങനെ മാർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പിന്നെ അവരുടെ പെർഫോമൻസ്, ഇനി ജയിക്കാൻ സാധ്യതയുള്ളത്, ഇങ്ങനെ മണ്ഡലങ്ങളുടെ കണക്കുകൾ വരുന്നുണ്ട്. അതിൽ മാതൃഭൂമി ഇന്നലെ ഒരു കണക്കെടുത്തിട്ടുണ്ട്. ആ കണക്കിലെ ചില മണ്ഡലങ്ങൾ നമ്മൾ ഇതിനകത്ത് ചർച്ചയ്ക്ക് വയ്ക്കുന്നു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്, ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി ജനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു മണ്ഡലമാണ് കാട്ടാക്കട. കാരണം കാട്ടാക്കട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജലസമൃദ്ധി, കാർബൺ ന്യൂട്രൽ, സ്ത്രീ സൗഹൃദം, ഇടം, തൻ്റെ ഇടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്യാമ്പയിനുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ സതീഷ് എന്ന് പറയുന്ന IB സതീഷ് എന്ന് പറഞ്ഞ MLA റേറ്റ് വളരെ താഴെയാണ്. 57 58 ആണ്. അതിനേക്കാൾ എത്രയോ ഉയരങ്ങളിലാണ്. ഈ ഒരു ജഗപുകയും നടത്താതെ, ഒരു PR വർക്ക് നടത്താതെ, ഒരു ക്യാമ്പയിനും നടത്താതെ മനോഹരമായി ഹരീന്ദ്രനാഥ് എന്ന് പറയുന്ന പാറശാലയിലെ MLA സ്കോർ ചെയ്തിരിക്കുന്നത്. അത് കാണേണ്ടതാണ്. മാത്രമല്ല പാറശാല ഇടതുപക്ഷത്തിനൊരു അപ്പർ ഹാൻഡ് കിട്ടും തെരഞ്ഞെടുപ്പിലെന്ന് പറഞ്ഞിരിക്കുന്നു. അതേസമയം കാട്ടാക്കടയിൽ 35% LDFിൻ്റെ സാധ്യത. തൊട്ട് പിന്നാലെ 33.5% UDF ഉണ്ട്. 30, അതിനേക്കാൾ ഞെട്ടിക്കുന്നൊരു കഥ, 30% PK കൃഷ്ണദാസിൻ്റെ BJPയും ഉണ്ട്. ചുരുക്കത്തിൽ 2-2.5% വോട്ട് മറിക്കാൻ കഴിഞ്ഞാൽ PK കൃഷ്ണദാസിന് ജയിക്കാം. ഒരു 1.5% വോട്ട് മറിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് ജയിക്കാം. ഇതാണ് കഥ. എന്നിട്ട് ചാനൽ തന്നെ പറയുന്നുണ്ട്, IB സതീഷ് ഇങ്ങനെ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ ബഹളമൊന്നും താഴെ ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളിടയിൽ എത്തിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ജലക്ഷാമവും അവിടെ കാർബണിൻ്റെ പ്രശ്നവും ഒക്കെ തന്നെ ഉണ്ട് എന്ന് മാത്രമല്ല, അതൊരു PR വർക്കിനപ്പുറം പോയിട്ടില്ല എന്നുള്ളത്. സതീഷിന് അതിനകത്ത്, സതീഷിനും സതീഷിൻ്റെ കൂടെ നിന്നവർക്കും വലിയ നേട്ടം അതിനകത്തുണ്ടായി. അവർ പലരും പല പൊസിഷനുകളിലെത്തി. സതീഷിന് നാട് മുഴുക്ക സതീഷ് നടന്നിങ്ങനെ ജലസംരക്ഷണത്തിൻ്റെ അപ്പോസ്തലനായി സതീഷ് മാറി. പക്ഷേ സതീഷ് വേറൊരു കാര്യം കൂടി ഉണ്ട്. സതീഷ്, അത് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം ഒരു തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. സതീഷ്, IB സതീഷ് ഒരു മലയാളം വാരികയിൽ റാഷിദിനുമായിട്ടൊരു ഇൻ്റർവ്യൂ താങ്കൾ കൊടുത്തിട്ടുണ്ട് മലയാളം വാരികയിൽ. അതിൽ താങ്കൾ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കൾ ആദ്യമായി അവിടെ മഴവെള്ള സംഭരണവും ജലസംരക്ഷണവും ജലസമൃദ്ധി നടത്തുന്നതിന് മുമ്പ് സംസ്ഥാനത്തും ഒരു മാതൃകയില്ല, രാജ്യത്തും ഒരു മാതൃകയില്ല. താങ്കൾ ഉറക്കം കെട്ട് വളരെ സങ്കടപ്പെട്ട് ഒരു മാതൃക കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് താങ്കൾ നടന്നു എന്നൊക്കെ വളരെ ആവേശത്തോടെ പറയുകയും അവസാനം താങ്കൾ വളരെ വളരെ ഭയങ്കരമായി കണ്ട സ്വപ്നങ്ങളാണ് അവിടെ നടപ്പിലാക്കിയെന്നൊക്കെ പറയുമ്പോൾ താങ്കൾ മറ്റൊരു കാര്യം താങ്കൾ മറന്നുപോയി. താങ്കളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഏറത്ത് സന്തോഷ് എന്ന് പറയുന്ന ആളും കൂടി തിരുവനന്തപുരത്തുള്ള പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറെ കാണാൻ പോയി. ആ ഡയറക്ടറെ സന്തോഷ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിനെയും പരിഷത്തുകാരെയും കാണാൻ പോയത് വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾക്കാണ്. ഒരു അനിൽ കൂടി ഉണ്ടായിരുന്നു. ആ അനിൽ താങ്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ അനിലും ടീമും എല്ലാം കൂടി എവിടെ പോയി? ഈ സന്തോഷ് കുമാറിനെ പോയി കാണുമ്പോൾ സന്തോഷ് കുമാറും ടീമും പറഞ്ഞു, നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, അതിന് പറ്റിയൊരു എക്സ്പെർട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ ആ ഡയറക്ടറെ പോയി കാണുകയും അദ്ദേഹം എഴുതിയ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ DC-യുടെയൊക്കെ പുസ്തകങ്ങൾ താങ്കൾ വാങ്ങുകയും അദ്ദേഹത്തിൽ നിന്ന് നിരവധി രേഖകൾ എഴുതി വാങ്ങുകയും കൺസെപ്റ്റ് നോട്ട് വാങ്ങുകയും അദ്ദേഹം തന്നെ വന്ന് നിരവധി മാസങ്ങൾ അവിടെ കാട്ടാക്കടയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനു മുമ്പ്, അതവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് 2004 AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ചേർക്കുള അബ്ദുള്ള പഞ്ചായത്ത് മന്ത്രിയായിരുന്നപ്പോൾ 2 കോടി മഴക്കുഴികൾ എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നടന്നിരുന്നു. എപ്പോൾ? 2004. താങ്കൾ ഇത് ചെയ്യുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. താങ്കളുടെ മണ്ഡലത്തിൽ തന്നെ ആമച്ചൽ നീർത്തട പദ്ധതി എന്ന് പറഞ്ഞ് കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ, ഞാൻ ഒന്നിൻ്റെ പേര് പറയുന്നില്ല, താങ്കൾ കാണാൻ പോയ ഡയറക്ടറുടെ പേരോ കഴിഞ്ഞ പഞ്ചായത്ത് ഞാൻ പറയാം, കാരണം താങ്കളെ മോശമാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി എനിക്ക് ഇതിനകത്തില്ല, ഈ വീഡിയോയിലില്ല. പക്ഷേ സത്യമായി ഇവിടെ നിൽക്കും. താങ്കൾ ആ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ആമച്ചൽ വാർഡ്, അന്ന് ലാസർ ജോസഫാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ആ പഞ്ചായത്തിലെ വാർഡ് മെമ്പറായിരുന്ന, കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പറായിരുന്ന ആമച്ചൽ വാർഡിൽ ആമച്ചൽ കുളത്തുമായി ബന്ധപ്പെടുത്തി വലിയ തോതിൽ അണ്ണാ ഹസാരയെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നു. അതുപോലെ ഡോക്ടർ രാജേന്ദ്ര സിംഗിനെ പോലുള്ള ആളുകളൊക്കെ കൊണ്ടുവന്നു വലിയ ക്യാമ്പയിൻ നടന്നു. എവിടെ? ആമച്ചലിൻ്റെ മണ്ണിൽ, പ്ലാവൂർ വാർഡിൽ, നിങ്ങളുടെ കണ്ണിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ ഇത് നടന്നു. എന്നിട്ടാണ് അതുപോലെ സംസ്ഥാനത്താകെ
2004 വിപുലമായ ക്യാമ്പയിൻ നടന്നു. മലയാള മനോരമയുടെ പലതുള്ളി ക്യാമ്പയിൻ നടന്നു. മഴവെള്ളം കുടിവെള്ളം എന്ന് പറഞ്ഞ് മാതൃഭൂമിയുടെ ക്യാമ്പയിൻ നടന്നു. നൂറുകണക്കിന് പതിനായിരക്കണക്കിന് മാതൃക എന്ന് പറയാൻ പറ്റത്തില്ല, പ്രവർത്തനങ്ങൾ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ നടന്നു. അതൊന്നും കാണാതെ താങ്കൾ ഉറക്കൊഴിഞ്ഞിരുന്ന് സ്വപ്നം കണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചതും വിദേശത്ത് നടന്ന ഒരു സെമിനാറിൽ നടന്ന തള്ളിമറിക്കലുകളും ഒരു സായിപ്പ് അവിടെ പോയി തള്ളിമറിച്ചതും അതിൻ്റെ കഥ ഇനി വേറെയുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. ഇതൊക്കെ അങ്ങനെ പറഞ്ഞു പോയാൽ വിഷയം മാറിപ്പോകും. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ നടത്തിയിട്ടും താങ്കൾക്ക് ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് എൻ്റെ വാദം. അല്ലാതെ മറ്റു കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും വിൻസ് ആൻഡ് ഫാൻസീസൊക്കെയാണ്. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ താങ്കൾ ഇത്രയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടും ഇത്രയും PR വർക്ക് നടത്തിയിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും താങ്കൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള പ്രശ്നമോ അതുപോലെ തന്നെ വായുമലിനീകരണ പ്രശ്നമൊന്നും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, സമ്പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ജലജീവ മിഷൻ്റെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ജനങ്ങളവിടെ കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ് കരയുന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടി കൊണ്ടായിരിക്കാം താങ്കളുടെ റേറ്റ് താഴേക്ക് പോയതെന്ന് ഞാൻ കരുതുന്നു. ഒരു സത്യസന്ധതയില്ലായ്മയും ഒരു എന്താ പറയുക, ഒരു നീതിയോ നൈതികതയോ ഇല്ലാത്ത ഒരുതരം കാപട്യക്കാരൻ്റെ പൊളിറ്റിക്സ് താങ്കൾ കൊണ്ടുപോയത് കൊണ്ടാണോ ഹരീന്ദ്രനാഥ് ഇതൊന്നും ചെയ്യാതെ ഹരീന്ദ്രനാഥ് ഉയരങ്ങളിൽ നിൽക്കുന്നതും താങ്കൾ വളരെ താഴെ പോയതുമെന്നും സ്വയം ആലോചിക്കുക. വീണ്ടും താങ്കൾ മത്സരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി മനസാക്ഷിയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുക. 3% വോട്ട് 1.5% വോട്ട് കോൺഗ്രസ് അവിടെ മറിച്ചാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് കൂടുതൽ നേടിയാൽ താങ്കൾ തോറ്റുപോകും. ഇനി ഒരു 4% വോട്ട് അല്ലെങ്കിൽ 3% വോട്ട് പിടിക്കാൻ BJPക്ക് കഴിഞ്ഞാൽ അവർ ജയിക്കാൻ സാധ്യതയുണ്ട്. വളരെ ടൈറ്റായിട്ടാണ് കാട്ടാക്കട മണ്ഡലം പോകുന്നത്. എന്തായാലും കൃഷ്ണദാസ് അവിടെ വർഷങ്ങളായിട്ട് അവിടെ തന്നെ പ്രവർത്തിക്കുന്നു. കോൺഗ്രസിന് മലയൻകീഴ് വേണുഗോപാലാണോ, ശക്തനാണോ, നെയ്യാറ്റിങ്കർ സനലാണോ, ആരാണ് കോൺഗ്രസിന് എന്നിട്ടില്ല. അതിന് ഏതെങ്കിലും നാടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കാൻഡിഡേറ്റ് ആണോ എന്നറിയത്തില്ല. എന്തായാലും കാട്ടാക്കട കടുക്കുന്നു ഇപ്രാവശ്യം എന്നുള്ളതാണ് രാഷ്ട്രീയമായി വരുന്ന മണ്ഡലങ്ങളുടെ കഥ. ഞാൻ പറഞ്ഞ ജലസംരക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ കൂടുതൽ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പൊളിച്ചാൽ താങ്കളുടെ കാപട്യം പൊളിഞ്ഞു പോകും മിസ്റ്റർ സതീഷ്. അത് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ നേടിയ നേട്ടങ്ങളെല്ലാം താങ്കൾക്കിരിക്കട്ടെ. ഇനിയും താങ്കൾ നേടുന്ന നേട്ടങ്ങൾ താങ്കൾക്കും കൂട്ടാളികൾക്കുമെല്ലാം ഇരിക്കട്ടെ. ഒരു കാരണവശാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നടന്ന ചില സത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും താങ്കൾ വളരെ മനോഹരമായി ഇതൊക്കെ ചെയ്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഇതൊന്നും ഏറ്റിട്ടില്ല. അവിടെ ഇപ്പോഴും ഇതൊരു PR വർക്കായിട്ട് തന്നെ മാറിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ കഥ. അതിൻ്റെ ബാക്കി പത്രമായിരിക്കാം മാതൃഭൂമിയിൽ വന്ന സർവേയുടെ നേർസാക്ഷി.